ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാറാണ്. അങ്ങനെ നമ്മൾ രാവിലെ മൂന്നാറെത്തി നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് നല്ല ചൂട് മസാല ദോശയും ചട്നിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ വണ്ടി എടുത്ത് കുറച്ച് വ്യൂസൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ഗസ്റ്റിനെയൊക്കെ കിട്ടി. ആൾ നമ്മുടെ വണ്ടിയുടെ മണ്ടയ്ക്ക് കയറി എന്തൊക്കെയോ കഴിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഇതാട്ടോ ഇപ്പോൾ മൂന്നാറിലെ എന്ന് വെച്ചാൽ നമ്മൾ പോയ സമയത്തുള്ളൊരു ക്ലൈമറ്റ്. രാവിലെ തൊട്ട് രാത്രി വരെ ഫുൾ മഴയും കോടയും മാത്രം. ഇതിൻ്റെ ഇടയ്ക്ക് വെയിൽ കാണുക എന്നൊക്കെ പറഞ്ഞാൽ അപൂർവം കേട്ടോ. അങ്ങനെ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ റിസോർട്ടിലേക്കാണ് പോയത്. അവിടെ ഇതാ നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആട്ടോ. ഇത് നമ്മുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നിട്ടുള്ള വ്യൂ ആണ്. പക്ഷെ നല്ല മഴയായതുകൊണ്ട് മര്യാദയ്ക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതിൻ്റെ നേരെ താഴെ ഒരു മരമുണ്ട് കേട്ടോ. അതിനകത്താണെങ്കിൽ നിറച്ച് തത്തയായിരുന്നേ. എനിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. കാരണം ഞാൻ ഇന്നേ വരെ അത്രയും തത്തേനൊന്നും ഒരുമിച്ച് കണ്ടിട്ടില്ല. അതായിരുന്നു കാരണം. പിന്നെ ഈ ടീ പ്ലാന്റേഷൻസ് ഒക്കെ കണ്ടോ? ഇതൊക്കെ നമ്മുടെ റിസോർട്ടിന് ചുറ്റുമുള്ള ടീ പ്ലാന്റേഷൻസും കാര്യങ്ങളൊക്കെ ആട്ടോ. കാരണം ഇത് അത്യാവശ്യം ഹില്ലി ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പം താഴെ നല്ല വ്യൂ ആട്ടോ. പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്കും എന്താണ്ട് ഇതേപോലെ ഫുൾ അങ്ങ് കോട അങ്ങ് വന്ന് നിറയുവേ. അങ്ങ് കോട വന്ന് നിറഞ്ഞിട്ടാണെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്യും. മഴയും കോട ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. എന്താ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിപ്പുണ്ട്, അതിൻ്റെ കൂടെ കോടയുണ്ട്. പക്ഷെ നല്ല രസമാട്ടോ കാണാൻ. അത് കഴിഞ്ഞ് നമ്മളിതാ നിന്നൊരു എയർബിഎൻബി ആട്ടോ ഇത്. ഇതിൻ്റെ വ്യൂസും അടിപൊളിയായിരുന്നേ. മീൻസ് ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ആണെങ്കിൽ മൊത്തം ഫോറസ്റ്റും പിന്നെ ഏതോ ഒരു പുഴ, എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ അത് ഏത് പുഴയാണെന്ന്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അന്നേരം താണ്ട് ഒരു വെള്ളച്ചാട്ടമൊക്കെ കണ്ടു. ഇപ്പോൾ മൂന്നാറിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. മഴയായതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിനെക്കാട്ടും വലിയൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ പോയത്, റിപ്പിൾ വാട്ടർഫാൾസ്. പക്ഷെ നമ്മുടെ നല്ല ഭാഗ്യം കൊണ്ടത് ഓപ്പൺ അല്ലായിരുന്നു ഗൈസ്. നമ്മൾ വേറെ കുറേ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ അത് എത്ര നമ്മൾ നേരെ നിന്നിട്ടും അത് തുറന്നില്ല. എനിക്ക് തോന്നുന്നു മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും. പക്ഷെ നമ്മൾ വീഡിയോസിലൊക്കെ ഇതിനെക്കാട്ടും വെള്ളമുള്ള സമയത്തൊക്കെ അത് ഓപ്പണായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തത് അതിൻ്റെ അടുത്തൊരു ഹോം സ്റ്റേ ഉണ്ട് കേട്ടോ. അവിടെ നിന്നാണ് നമ്മളിതൊക്കെ എടുത്തത്. പിന്നെ എനിക്ക് വേണമെങ്കിൽ ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. ഇത്രയും ദൂരം വന്നിട്ട് ഇതൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. കാരണം നമ്മൾ വീഡിയോസിലൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് കാണുമ്പോഴാണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു തുറക്കും എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ തുറന്നില്ല. പിന്നെ നമ്മൾ ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റോടെ ദൂരത്തു നിന്നൊക്കെ കണ്ടിട്ട് നമ്മൾ പോയി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലഞ്ച് കഴിക്കാനാട്ടോ പോയത്. പിന്നെ ഉച്ചയായപ്പോഴത്തേക്ക് അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ഒരു ഹോട്ടലൊക്കെ തപ്പിപ്പിടിച്ച് മീൽസൊക്കെ കഴിച്ചു. പിന്നെ മൂന്നാറിൽ അത്യാവശ്യം ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിക്കാൻ. ചില ഏരിയാസിൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ നല്ല ഹോട്ടലൊക്കെ കിട്ടാൻ വേണ്ടി. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കാട്ടോ ഈ വില്ലേജ് കണ്ടേ. അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ പേര് അങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. പക്ഷെ നല്ല കാറ്റായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് പോയി. ഇവിടുത്തെ നല്ല വ്യൂ ആയിരുന്നു. പക്ഷെ മൊത്തം കലക്കവെള്ളമായിരുന്നു കേട്ടോ. മഴ പെയ്തിട്ടാണെന്ന് തോന്നുന്നു. വെള്ളം ഫുൾ കലക്കവെള്ളമായിരുന്നു. പിന്നെ ഞാൻ ഈ വീഡിയോസൊക്കെ എല്ലാം ഈ പോയതൊക്കെ ഒറ്റ സ്ട്രെച്ചിലങ്ങ് ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം നമ്മൾ ഓരോ സ്ഥലത്തും 2-3 ദിവസം കൂടിയിട്ടാട്ടോ പോയത്. പിന്നെ വീഡിയോ ഇടുമ്പോൾ ഞാൻ ഒരുമിച്ചിടുന്നു എന്ന് മാത്രമേ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് വട്ടവടയ്ക്കാട്ടോ. ഈ വട്ടവടയ്ക്ക് പോകുന്ന വഴി ഭയങ്കര അടിപൊളിയാണ്. പോയവർക്കൊക്കെ എന്തായാലും അറിയായിരിക്കും. നല്ല രസമാട്ടോ ഇവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ. എനിക്കാണെങ്കിൽ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ പെർമിഷൻ ഇല്ല ഗൈസ്. വേറെ എന്ത് ചെയ്യാനാ. നമ്മൾ ആണെങ്കിൽ എന്താ പറയുക, കുറേ നേരം വണ്ടി നിർത്തി അവിടെ നിൽക്കണം എന്നൊക്കെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആനയൊക്കെ ഇറങ്ങുന്ന ടൈം ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, പെർമിഷനൊന്നും ഇല്ലായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് കുറച്ച് കോളേജ് പിള്ളേരൊക്കെ ഇറങ്ങി വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ റിസ്ക് എടുക്കാൻ പോയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വട്ടവടയിലെത്തിയത്. ഇത് കണ്ടോ, നല്ല രസമില്ലേ? എനിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് സൂര്യകാന്തി ആണോ അതോ അതിൻ്റെ ഏതെങ്കിലും വെറൈറ്റി ആണോ എന്ന് എനിക്കറിയത്തില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സൂര്യകാന്തി പോലെ തന്നെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ സ്ട്രോബെറി പിക്കിങ്ങിന് പോയി. കുറേ സ്ട്രോബെറിയൊക്കെ പറിച്ച് കുറേ സ്ട്രോബെറി കഴിക്കുകയും ചെയ്തു കേട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴിക്ക് ഇതാ ചോളം കണ്ടു. ഇനി അതും മേടിച്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോയി. പോകുന്ന വഴിക്ക് നമ്മളിതാ ചായയും പഴംപൊരിയൊക്കെ കഴിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.